ഗുഡ് മോർണിംഗ് എവറി വൺ. ദിസ് ഈസ് KL38 ജീവൻ. ഡെസ്റ്റിനേഷൻ 1 ക്യാൻബറയിൽ നിന്നാണ്. നല്ല സുഖമായിട്ട് ഉറങ്ങി. അതായത് നമ്മുടെ ടെൻറ്റ് ബാക്ക് സൈഡിൽ. ഇപ്പോൾ സമയം രാവിലെ 5:30 ആയിട്ടുണ്ട്. നല്ല ബ്രൈറ്റാണ്. ഇപ്പം സൺറൈസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇതാണ് നമ്മുടെ ഇന്നലെ വന്ന ടെൻറ്റ് സ്പോട്ടിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ. നല്ല അടിപൊളി വ്യൂ ആണ് ഈ ഹില്ലിൻ്റെ മേളിൽ നിന്ന്. എന്നാൽ നൈറ്റ് നല്ല കാറ്റായിരുന്നു. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല ടെൻറ്റ് വരെ പറിച്ചെടുത്തുകൊണ്ട് പോകുന്ന ടൈപ്പ് കാറ്റായിരുന്നു. അതുകൊണ്ട് ഒരു 11:30-12 ആയപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് നേരം വണ്ടിക്കകത്ത് കയറി കിടന്നു. ഒരു 1:30-2 ആയപ്പോൾ ഓക്കെ ആയി. പിന്നെ വീണ്ടും ഇറങ്ങി തിരിച്ച് കാറിനകത്ത് തന്നെ കയറി കിടന്നു. ടെൻറ്റിനകത്ത് തന്നെ കയറി കിടന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇനി ഇപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അപ്പോൾ ഞാനൊന്ന് ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രഷായി നമ്മുടെ ടെൻ്റൊക്കെ എടുത്ത് മടക്കി കയറ്റി വണ്ടിക്കകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കുടിക്കുക ഒരു കോഫി ഇട്ട് കഴിഞ്ഞാൽ വി ആർ ഓഫ് ടു ഗോ. ഓസ്ട്രേലിയ വന്നിട്ട് ഫസ്റ്റ് ടൈം ക്യാൻബറയിൽ വന്നു. പാർലമെൻറ്റ് കണ്ടു. അടിപൊളിയായിരുന്നു. നല്ല കിടിലൻ വ്യൂ ആണ്. അതിൻ്റെ ഇരിക്കുന്ന പൊസിഷൻ ആണെങ്കിൽ പോലും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നല്ല തിരക്കുള്ളതുകൊണ്ട് പിന്നെ രാവിലെ ഒരു ഷവർ പോലും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനവിടെ വണ്ടി പാർക്ക് ചെയ്യാനോ ഇറങ്ങാനോ നിന്നില്ല. നേരെ ജസ്റ്റ് പാർലമെൻറ്റിന് വലം വെച്ച് ക്യാൻബറ സിറ്റി കൂടെ എന്നായാലും കുറച്ച് കറങ്ങി അടിച്ച് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ച് യാത്ര വീണ്ടും അങ്ങോട്ട് റെസ്യൂം ചെയ്യുവാണ്. ഇനിയിപ്പോൾ ഒരു ഫ്യൂവൽ സ്റ്റേഷൻ കണ്ടുപിടിക്കണം, കുറച്ച് ഫ്യൂവൽ അടിക്കണം, പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനായ വോളോങ്കോങ്ങിലേക്കുള്ള യാത്ര തിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഫ്യൂവൽ ഫില്ല് ചെയ്തു. BP-യുടെ ഫ്യൂവൽ സ്റ്റേഷനിൽ കയറി ഓൾമോസ്റ്റ് ഫുൾ ടാങ്ക് ഫ്യൂവൽ ഫില്ല് ചെയ്തു. $87 ഫ്യൂവൽ ഫില്ല് ചെയ്തു. ഇനി അടുത്തത് ഇവിടെ ഞാൻ ക്യാമ്പ് മാസ്റ്ററിൽ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ക്യാൻബറ ഒളിമ്പിക് പൂളിൽ ഫ്രീ അല്ല, പബ്ലിക് ഷവർ ഉണ്ട്. $2 കണ്ടേ ഉള്ളൂ. അപ്പം ഞാൻ എന്താ ഇപ്പം അങ്ങോട്ടേക്കൊന്ന് പോവാണ്. ജസ്റ്റ് ഒരു ഷവർ എടുത്തിട്ട് ഇന്നത്തെ ട്രാവൽ തുടങ്ങാനായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം അത് കറക്റ്റായിട്ടുള്ളതാണോ, 250 പബ്ലിക് ഷവർ ആക്സസ് ഉണ്ടോ, ഇനി വല്ല മെമ്പർഷിപ്പ് വേണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കാം. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഒളിമ്പിക് പൂൾ പാർക്ക്. ഇവിടെ 250 ഷവർ ഫെസിലിറ്റി അവൈലബിൾ ആണ് ക്യാമ്പ് മാസ്റ്ററിൽ കാണിച്ചേക്കണത്. നമുക്ക് ഏതായാലും ചെന്ന് നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടി തൂക്കി പിടിച്ച് തിരിച്ച് നടന്ന് വണ്ടിക്ക് പോകാം. സിഡ്നി പോയിട്ട് കുളിക്കാൻ വെക്കേണ്ടി വരും. എനിക്ക് കുളിക്കാണ്ട് ഒരു ദിവസം തുടങ്ങി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം.
ഓൾ സെറ്റ്. കുളിയൊക്കെ കഴിഞ്ഞു, ഒന്ന് നല്ല ഫ്രഷായി. നല്ല ഒരു പബ്ലിക് ഷവർ ഫെസിലിറ്റി ആയിരുന്നു. അതെ, കറക്റ്റായിരുന്നു. ക്യാമ്പ് മാസ്റ്ററിൽ കാണിച്ചത് $2.50 ഉണ്ടായിരുന്നുള്ളൂ. ഹോട്ട് വാട്ടർ ഉണ്ട്. എനിക്ക് ഹോട്ട് വാട്ടർ വലിയ താല്പര്യമില്ല, പക്ഷേ ഹോട്ട് വാട്ടർ ഷവർ അവൈലബിൾ ആണ്. യെസ്, അപ്പം കുളിയും കഴിഞ്ഞു, ഒന്ന് ഫ്രഷായി, വെള്ളമൊക്കെ നിറച്ചു. പിന്നെ ഇനിയിപ്പോൾ നേരെ വോളോങ്കോങ്ങിലേക്കാണ്. ഇവിടെ നിന്ന് നേരെ ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂർ ഡ്രൈവ്, 244 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മിക്കവാറും അവിടെ പോയിട്ട് അവിടെ നിന്ന് നേരെ വൈകുന്നേരം നമ്മൾ ക്യാംസി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഫാമിലിയൊക്കെ ഉള്ളത്. ഐ മീൻ എൻ്റെ അമ്മയുടെ കസിനൊക്കെ ഉള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകും. ഏതായാലും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ചെന്നെത്തേണ്ടതാണ് ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട്. നോക്കാം. ഇനിയിപ്പോൾ വേറെ എവിടെയും സ്റ്റോപ്പൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഏതായാലും ഉച്ചയ്ക്ക് എന്താ പറയുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കനത്തിൽ കഴിക്കാത്തത് കൊണ്ട് വിശക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വല്ല മെക്ഡോണൾഡ്സിൽ വല്ലതും നിർത്തി ചെറിയൊരു ബർഗർ വല്ലതും ഉച്ചയ്ക്ക് കഴിക്കേണ്ട വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് സീ എങ്ങനെയാണെന്നുള്ളത്. ഓൾറൈറ്റ്, അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് വോളോങ്കോങ്. മൈ ഗോഡ്, നല്ല കിടിലൻ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ. ഓ പോയി, ഫുള്ള് ബീച്ചാണിത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന സീ ബൗണ്ടറി കൂടെ പോകുന്നതെന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല കേട്ടോ, ഉള്ളത് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഏതായാലും സംഭവം കൊള്ളാം, കിടിലമായിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് ഏരിയ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് നിർത്തായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒന്നും കാണുന്നില്ല. റെസ്റ്റ് ഏരിയ ഒന്നും കാണുന്നില്ല. ഏതായാലും നല്ല അടിപൊളി വ്യൂ ആണിത്. ഇത് ക്യാൻബറയിൽ നിന്ന് വോളോങ്കോങ്ങിന് പോണ വഴിക്കാണ്. ആക്ച്വലി ഇത് സീ അല്ല കേട്ടോ, ഒരു ഇതെന്താ ഇത് ഡാം പോലത്തെ എന്തോ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഏതായാലും സംഭവം കൊള്ളാം. അതിന് സൈഡിലോടുള്ള ഡ്രൈവ് നല്ല അടിപൊളിയായിട്ട് ഞാൻ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ നേരത്തെ പറഞ്ഞ ലേക്കിൻ്റെ അവിടെയാണ് ഞാനിപ്പോൾ ജസ്റ്റ് എനിക്കൊരു സ്റ്റോപ്പിംഗ് സോൺ കിട്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് അവിടെ. ഇത് എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് അത്. ഇവിടെ കുറേ പേര് വന്ന് എന്നാ പറഞ്ഞേ, കുറേ പേര് വണ്ടിയൊക്കെ നിർത്തി ഹോൾട്ടൊക്കെ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പോയി. പക്ഷേ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം എന്നാ കാണുന്നത്. പീറ്റർ ബാക്കോയ് VC റെസ്റ്റ് ഏരിയ ആണത്. ഇതെന്താണ് ഈ ലേക്ക് എന്താണ് എന്നുള്ളതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. ഇതാണ് ഇവിടെ നിന്നുള്ള ഫുള്ള് വ്യൂ. തൊട്ടപ്പുറത്ത് നിറച്ച് മലകളാണ്. അങ്ങനെ വോളോങ്കോങ് എത്തിയിട്ടുണ്ട്. വോളോങ്കോങ്ങിൽ എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എനിക്ക് വോളോങ്കോങ് ടു സിഡ്നി ഡ്രൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വഴി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് കടൽ തീരത്തോടെ ഒരു ഡ്രൈവൊന്നും ഇല്ല, ബട്ട് സ്റ്റിൽ കുറച്ച് കടൽ തീരമൊക്കെ കറങ്ങി കയറി അങ്ങ് പോകാം എന്നുള്ളൊരു ഇതിലാണ്. അപ്പം ഏതായാലും വോളോങ്കോങ് എത്തിയ സ്ഥിതിക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഇവിടെ ഒരു മെക്ഡോണൾഡ്സ് ഉണ്ട്. അപ്പോൾ ഈ മെക്ഡോണൾഡ്സിലൊന്ന് കയറി ഒരു ചെറിയ എന്തെങ്കിലും സ്നാക്കും കഴിച്ച് ഒന്ന് വാഷ്റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്ത് അങ്ങോട്ട് പോവാം എന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. അപ്പോൾ ഈ മെക്ഡോണൾഡ്സിലേക്ക് ജസ്റ്റ് അങ്ങ് വന്ന് കയറുവാണ്.
ഓക്കെ, ഡ്രൈവ് ത്രൂ എടുക്കുന്നില്ല, ഞാൻ അതിൽ അകത്ത് കയറുവാണ്. അകത്ത് കയറി എനിക്ക് വാഷ്റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്ത് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഇനി തുടങ്ങാം. അങ്ങനെ മക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ബർഗറൊക്കെ കഴിച്ച് വോളങ്കോങ്ങിൽ നിന്ന് തിരിച്ച് സിഡ്നിയിലോട്ടുള്ള യാത്ര നമ്മൾ തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവാണ്. 1 hour 10 minutes, 3:45 4 മണിയോടുകൂടി നമ്മൾ സിഡ്നി എത്തും. പ്രോപ്പർ സിഡ്നിയിലേക്കല്ല, ക്യാംസി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ആലോചിക്കാം. മെൽബണിലെ തിരക്കുകളിൽ നിന്നെല്ലാം ഓടിച്ചോടി എത്തി ഞാൻ സിഡ്നിയിലെ തിരക്കുകളിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. പ്രോപ്പർ സിഡ്നി CBD എന്ന് പറയാൻ പറ്റില്ല, സിഡ്നിയാണിത്. ക്യാംസി എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. ഒരു 8-10 മിനിറ്റിനുള്ളിൽ ഇങ്ങ് എത്തും. നല്ല ട്രാഫിക്കാണ്. കുഴപ്പമില്ലാത്ത വെതറാണ്, 29 ഡിഗ്രി. പക്ഷെ എന്നാലും വലിയ പൊള്ളണ ചൂടൊന്നും ഉണ്ടായില്ല. ഇന്നലത്തെ ദിവസത്തെ പോലെ വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ലാത്തൊരു വെതറാണ്. എനിക്കെന്തോ ഈ സിഡ്നി അത്ര ഇങ്ങോട്ട് താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ് ഫോർ സം റീസൺ. എനിക്ക് സിഡ്നിയിലെ റോഡുകളെല്ലാം ഭയങ്കര നാരോ ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എനിക്കറിയത്തില്ല എനിക്ക് മാത്രം ഫീൽ ചെയ്യണമെന്നുള്ളത്, പക്ഷെ എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു ഫീലിംഗ് വരാറുണ്ട്. മെൽബണിലെ റോഡുകളെല്ലാം ഭയങ്കര വീതിയാണ്. ഇനി ഇവിടുത്തെ റോഡുകളുടെ തിരക്ക് കൂടുതലായതുകൊണ്ടാണോ അതോ റോഡുകൾക്ക് ശരിക്കും വീതി കുറവുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ 1-2 പേരോട് ഇത് പറഞ്ഞപ്പോൾ അവരും എന്നോട് ഏകദേശം അത് ഉള്ളതാണെന്നുള്ള രീതിയിലങ്ങ് ശരി വെച്ചു. പക്ഷേ എന്തോ പിന്നെ എനിക്ക് വലിയ ഡ്രൈവിംഗ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് ജസ്റ്റ് നാളെ 1-2 പ്ലാനുകളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, CBDയിൽ ഒന്ന് പോകണമെന്നുണ്ട്. ഞാൻ ഇന്നേ വരെ സിഡ്നി CBDയിലേക്ക് കാറും കൊണ്ട് പോയിട്ടില്ല, ട്രെയിനിന് പോയിട്ടുണ്ട്, കാറും കൊണ്ട് പോയിട്ടില്ല. പോകരുത് എന്നൊക്കെയാണ് നമ്മുടെ സിഡ്നി CBD നന്നായിട്ട് അറിയാവുന്നവരെന്നോട് പറഞ്ഞേക്കണത്. ബട്ട് സ്റ്റിൽ ചുമ്മാ ഏതായാലും വണ്ടി അടിയോടന്മാർ വന്നതല്ലേ, ഒന്ന് പോയി കളയാമെന്നുള്ള ഒരു പ്ലാൻ എനിക്കുണ്ട്. അറിയത്തില്ല, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇനിയിപ്പോൾ ഇവിടെ വീട്ടിൽ ചെന്നിട്ട് അവരോടും കൂടെ ചോദിച്ചിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം. ഏതായാലും ഇന്നും നാളെയും ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണത്. നാളെ കഴിഞ്ഞ് രാവിലെ വേണം പോകാനായിട്ട്. അപ്പം ഡെസ്റ്റിനേഷൻ 2 തന്നെ പറഞ്ഞാൽ 2 ദിവസത്തേക്ക് സെയിം ഡെസ്റ്റിനേഷൻ തന്നെയാണ്, സിഡ്നി തന്നെ ഒന്ന് പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നാളത്തെ പ്ലാൻ.